ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഇവന്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ആസ് എ ഗസ്റ്റ് ഫസ്റ്റ് ടൈം ആണ്. ആൻഡ് I would really like to appreciate team Rise and Shine. It's not a small effort, അല്ലേ? കാരണം ഇത്രയും പിഞ്ചു കുട്ടികളെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന് അവര് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവർ ഇത്രയും നേരം കരയാതിരിക്കുക, അവരെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് is a big thing. I would really like to appreciate team Rise and Shine and all the teachers and faculty members of Rise and Shine. Also ഒരു ചെറിയ കാര്യം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഓർക്കുമായിരുന്നു. എന്റെ ആദ്യത്തെ ടീച്ചർ, ഞാൻ ഇന്ന് ഒരു കോളേജ് പ്രിൻസിപ്പളാണ്, അല്ലെങ്കിൽ സ്കൂളിംഗ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, വാട്ടവറായിട്ട് ആദ്യം എന്നെ പഠിപ്പിച്ചത്, ഞാൻ എന്റെ ചെറുപ്പത്തില് എന്റെ ബാല്യം പത്തനംതിട്ടയിലെ എന്റെ മദറിന്റെ വീട്ടിലായിരുന്നു. അപ്പം അവിടെ ആശാൻ പള്ളിക്കൂടം എന്നാണ് അന്ന് പറയുന്നത്. എനിക്കറിയില്ല എത്ര പേര് ആശാൻ പള്ളിക്കൂടം എന്നുള്ളത് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഈ കുട്ടികളുടെയൊക്കെ ഗ്രാൻഡ് പാരന്റ്സ് കേട്ടിട്ടുണ്ടാവും. അവിടെ അന്ന് ടീച്ചറിനെ ആശാട്ടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെ ആദ്യമായിട്ട് എഴുതാനോ എഴുതാനോ പഠിപ്പിച്ചത് മണി ആശാട്ടി എന്ന് പറയുന്ന ടീച്ചറായിരുന്നു. എന്ന് പറയുന്ന പോലെ ഇന്ന് ഞാൻ അവരെ ഓർക്കുന്ന പോലെ, മാമിനെ ഓർക്കുന്നത് പോലെ, എനിക്ക് ഈ പിഞ്ചു കുട്ടികളുടെ പാരന്റ്സിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ മക്കൾ നാളെ എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, ആകാം. പക്ഷേ അവര് എഴുതുന്ന ആൽഫബറ്റ് എഴുതാൻ പഠിച്ചത്, എന്ന് എഴുതാൻ പഠിച്ചത്, എന്ന് എഴുതാൻ പഠിച്ചത് ഒരു പക്ഷേ റൈസ് ആൻഡ് ഷൈൻ ആയിരിക്കും, അല്ലേ? ആ സ്റ്റെപ്പിൽ നിന്നാണ് നാളെ അവർ എന്താകുന്നോ അതായിത്തീരുന്നത്. സോ കുട്ടികള് ഒരിക്കലും റൈസ് ആൻഡ് ഷൈൻ അവരെ ആദ്യമായി പഠിപ്പിച്ച ടീച്ചേഴ്സിനെ മറക്കാതിരിക്കാൻ, കീപ് റിമൈൻഡിങ് ദം അബൌട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അവർ ആദ്യമായി വെച്ച വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കാം. Keep the kids connected to the teachers. റെനീസ മാം, ലക്ഷ്മി മാമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കുക. നാളെ അവർ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും that's a blessing. Okay, thank you so much. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ല